നമസ്കാരം. ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. പല ഘടകങ്ങളാൽ ഒരുപാട് പ്രത്യേകതകളാണ് 2026 റിലീസ് ചെയ്യാനിരിക്കുന്ന രാമായണത്തിൽ അരങ്ങേറാൻ പോകുന്നത്. സൂപ്പർ താരങ്ങളായ രൺബീർ കപൂറും യാഷും ഒന്നിക്കുന്ന നിതേഷ് തിവാരിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം രാമായണത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് മുതൽ ആരാധകർ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. മികച്ച VFXും സംഗീതവുമൊക്കെയായി ചിത്രം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചിലവേറിയ നിർമ്മാണങ്ങളിലൊന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിട്ടുമുണ്ട്. ഫിലിംഫെയർ റിപ്പോർട്ട് അനുസരിച്ച് 2 ഭാഗങ്ങളുള്ള രാമായണത്തിൽ ശ്രീരാമനായി അഭിനയിക്കുന്ന രൺബീർ കപൂറാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം. ഓരോ ഭാഗത്തിനും 75 കോടി രൂപ വീതം, ആകെ 150 കോടി രൂപയാണ് രൺബീറിൻ്റെ പ്രതിഫലം. ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡ് പ്രതിഫലങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സീതയായി അഭിനയിക്കുന്ന താരം സായ് പല്ലവിക്കും പ്രതിഫലം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തിന് 6 കോടി രൂപ, അതായത് സായ് പല്ലവിക്ക് ആകെ 12 കോടി രൂപയാണ് പ്രതിഫല ഇനത്തിൽ മാത്രമായി കിട്ടുന്നത്. സൂപ്പർ സ്റ്റാർ യഷ് നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയ്ക്കൊപ്പം ഈ ചിത്രത്തിൻ്റെ സഹനിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ലാഭവിഹിതത്തിൽ ഒരു പങ്ക് യഷിന് പോകുന്നുമുണ്ട്. നിതേഷ് തിവാരിയുടെ രാമായണം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിലൊന്നായിരിക്കുമെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ലൈവ് ആക്ഷൻ സിനിമകൾ പോലുള്ള കൂറ്റൻ സെറ്റിട്ട ഹോളിവുഡ് ലെവൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഒരുങ്ങുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാകും രാമായണ. ചിത്രത്തിൻ്റെ 2 ഭാഗങ്ങൾ നിർമ്മിക്കാനും വലിയ മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോളിവുഡ് ഹംഗാമയുടെ റിപ്പോർട്ട് പ്രകാരം നിർമ്മാതാവായ നമിത് മൽഹോത്രയുമായി അടുത്ത വൃത്തങ്ങൾ രാമായണ ഫ്രാഞ്ചൈസി 1600 കോടി രൂപ ബജറ്റിലാണ് രൂപകൽപ്പന ചെയ്യുന്നതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാമായണം 1 900 കോടി രൂപയുടെ ബജറ്റിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ രണ്ടാം ഭാഗം, അതായത് രാമായണ 2-ന് 700 കോടി രൂപയാണ് ചിലവ് വരുന്നത്. രണ്ടാം ഭാഗത്തിൻ്റെ ബജറ്റ് കുറയാൻ കാരണം ഒന്നാം ഭാഗത്തിനായി വലിയ നിക്ഷേപം നടത്തിയതുകൊണ്ടാണ്. രണ്ടാം ഭാഗത്തിൽ പ്രധാനമായും ആക്ഷൻ രംഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒന്നാം ഭാഗത്തിനായി രൂപകൽപ്പന ചെയ്ത സെറ്റുകളും കഥാപാത്രങ്ങളും രണ്ടാം ഭാഗത്തിലും തുടരുന്നതായിരിക്കും. ആഗോളതലത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുക എന്നതാണ് ചിത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിക്ഷേപം തിരിച്ചു പിടിക്കാനും ലാഭമുണ്ടാക്കാനും കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് അണിയറ പ്രവർത്തകർക്ക്. ലോകോത്തര നിലവാരമുള്ള ദൃശ്യാനുഭവങ്ങളോടെ ഒരു ആഗോള പ്രൊജക്ട് നൽകേണ്ടത് അനിവാര്യമാണെന്നും ടീം വിശ്വസിക്കുന്നുണ്ട്. നിതേഷ് തിവാരി സംവിധാനം ചെയ്ത നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയും 8 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ VFX സ്റ്റുഡിയോയായ DNEGയും യഷിൻ്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസുമായി സഹകരിച്ചാണ് രാമായണം നിർമ്മിക്കുന്നത്. IMAX ഫോർമാറ്റിൽ ചിത്രീകരിക്കുന്ന ഈ ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യും. ആദ്യ ഭാഗം 2026 ദീപാവലിക്കും രണ്ടാം ഭാഗം 2027 ദീപാവലിക്കും തിയേറ്ററുകളിൽ എത്തുന്നതാണ്. താരങ്ങളിൽ മാത്രമല്ല, ഏറ്റവും മികച്ച ക്രൂവിനെയാണ് സിനിമയ്ക്കായി കൊണ്ടുവരുന്നത്. ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ലോക സിനിമയിലെ തന്നെ ഏറ്റവും പ്രതിഫലം കൈപ്പറ്റുന്ന ഏറ്റവും മഹാനായ മ്യൂസീഷ്യൻ എന്നറിയപ്പെടുന്ന ഹാൻസ് സിമ്മർ ചിത്രത്തിനായി സഹകരിക്കുന്നുണ്ട് എന്നതാണ്. ഒപ്പം AR റഹ്മാനും ചിത്രത്തിൻ്റെ സംഗീത ഡിപ്പാർട്ട്മെൻറ്റിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകോത്തര ടീമാണ് ഇതിൻ്റെ ക്രൂവായിട്ട് വരുന്നത് എന്ന് ചുരുക്കം. ഇത്രയും വലിയ ബജറ്റിലും താരപ്രതിഫലത്തിലും ഒരുങ്ങുന്ന രാമായണം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടുമോ എന്ന് കാത്തിരുന്ന് കാണാം.